ഈ ദേശത്ത് നിന്നോട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ദൈവം നിറവേറും. സ്തോത്രം. അതിന് 3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എടുത്തു പറയാം, ബാക്കിയെല്ലാം ഞാൻ ഓർപ്പിച്ചങ്ങ് പോകും. അതിൽ ഒന്നാമത്തെ കാര്യം, വാഗ്ദത്തം നിറവേറാൻ വേണ്ടി ദൈവം സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇടയ്ക്കെടുത്ത് ചാടരുത്. സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത ആഴ്ച കിട്ടണമെന്നും പറഞ്ഞായിരിക്കും, ഈ ആഴ്ച തന്നെ എനിക്ക് കാര്യം നടക്കത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കെല്ലാം ദൈവ സമയം വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി 21 അധ്യായത്തിൽ കിടപ്പുണ്ട്, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ആമ അരുളി ചെയ്ത അരുളപ്പാട് നിവൃത്തിയായി. അവധിക്ക് സാറ ആൺകുഞ്ഞിനെ അവധി കണ്ടല്ലോ, അവധി അടിവരയിട്ട് വെച്ചത്. അതുകൊണ്ട് ഈ ബഹറി ദൈവം സംസാരിച്ച കാര്യത്തിനെല്ലാം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി വരെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ അവധി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സ്വത്രം പറഞ്ഞ് ആ അവധിക്ക് മുമ്പായിട്ട് നിങ്ങൾ എടുത്ത് ചാടല്ലേ. എടുത്ത് ചാടിയിട്ട് നിങ്ങളെല്ലാം പറയും പെന്തക്കോസുകാരോ അങ്ങനെയാ ഇങ്ങനെയാ വാഗ്ദത്തം നടക്കുന്നത്. തലക്ക് എടുത്ത് ചാടിയതിന് പാസ് ഉത്തരവാദിയല്ല. ലെലിയ പറഞ്ഞ് ആ ദൈവത്തിന്റെ സമയം വരെ ശാന്തതയോടെ ഇരിക്കാം. ദൈവത്തിനൊരു സമയമുണ്ട്, അത് നമ്മുടെ സമയമല്ല. നമ്മുടെ സമയമാണോ? അല്ല. അതെവിടെയാ വാക്യം? ലൂക്കോസ് 1:19-20. തക്ക സമയത്ത് സംഭവിപ്പാനുള്ളത് അവിശ്വസിക്ക കൊണ്ട് ആമേ നിന്റെ നാക്ക് താഴും എന്ന് പറഞ്ഞു. തക്ക സമയം, അത് തക്ക സമയം അല്ല കുഞ്ഞെ. കാരണം ആമേ എലിസബത്ത് വാർദ്ധക്യത്തിലാണ് കുഞ്ഞെ, അതുപോലെ സെക്കരിയാവ് വാർദ്ധക്യത്തിലാ. വാർദ്ധക്യം തക്ക സമയമല്ല. ഞാൻ ചോദിക്കട്ടെ, 65 വയസ്സ് കഴിഞ്ഞ് ഒരു 70 വയസ്സിലേക്ക് കടക്കുന്ന ഒരു മാതാവ് കുഞ്ഞിനെ പ്രസവിക്കുമോ? സമയമാണോ അത്? അതിന് കുഞ്ഞെ പ്രസവിക്കുന്ന സമയമാണോ? അത് സമയമല്ല, അത് തക്ക സമയമല്ല. പക്ഷെ ദൂതം പറയാണ് തക്ക സമയത്ത്. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ സമയവും ദൈവത്തിന്റെ സമയവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ സമയം തീരണം. എലിസബത്തിന്റെ സമയം തീർന്നു, കാരണം പുള്ളിക്കാരത്തി വയസ്സ് ചെയ്യുന്നു. ഉടനെ കർത്താവ് പറയാ, എൻ്റെ തക്ക സമയം ഇപ്പൊ ഞാൻ ആ സഹോദരിയിൽ തുടങ്ങാൻ പോവുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോ? എൻ്റെ തക്ക സമയം ഇപ്പൊ ഞാൻ അവളിൽ വെളിപ്പെടുത്താൻ പോവുക. ഒറ്റ വാക്കിൽ അർത്ഥം ഞാൻ പറയട്ടെ, മാനുഷികമായി നമ്മുടെ സമയങ്ങളൊക്കെ അടയുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ സമയം തുറക്കും. ദൈവത്തിന്റെ സമയം തുറക്കും. സ്തോത്രം പറഞ്ഞാട്ട്. സെക്കരിയാവിന്റെ ജീവിതത്തില് സമയം തീർന്നു, എലിസബത്തിന്റെ ജീവിതത്തിൽ സമയം തീർന്നു. സ്തോത്രം പറ. സാറായുടെ ജീവിതത്തിൽ സമയം തീർന്നു, അബ്രാഹാമിന്റെ ജീവിതത്തിൽ സമയം തീർന്നു. പക്ഷെ ദൈവത്തിന്റെ സമയം തുറന്നു. ഹല്ലേലൂയ പറ. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ സമയമെല്ലാം തീർന്നു പോയെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, അത് സത്യമാണ്. പക്ഷെ ദൈവത്തിന്റെ സമയം തീർന്നിട്ടില്ല. നിങ്ങളുടെ സമയമൊക്കെ തീർന്നു. പ്രാർത്ഥിച്ചു, കർത്താവ് തുറക്കും. നമ്മുടെ സമയം തീരുമ്പോൾ ദൈവത്തിന്റെ തുറക്കും. ഇപ്പത്തെ തുറന്നു. അതുകൊണ്ട് എല്ലാ വാഗ്ദത്തങ്ങൾക്ക് ടൈമുണ്ട്. രണ്ടാമത്തെ കാര്യം, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. 17-ാം അധ്യായം എടുക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം. സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാം ഞാൻ വായിപ്പിക്കുന്നില്ല. എടുത്തല്ലോ അല്ലേ? സ്തോത്രം. നമുക്കതിന്റെ 18-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം തുടങ്ങി വീണ്ടും ഒന്ന് വായിക്കാം. വായിച്ചു. പിന്നെ ഏലിയാബ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് ഇവിടെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, നീ എഴുന്നേറ്റ് ആഹാബ് രാജാവിന്റെ അടുക്ക ചെല്ലുക, ഞാൻ മഴ പെയ്യിക്കാൻ പോവാ. നീ നിന്നെ തന്നെ അവിടെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു, വെളിപ്പെടുത്താൻ പറഞ്ഞു. മഴ പെയ്യിക്കാൻ പോവാന്ന് പറഞ്ഞു. ഏലിയാവ് അവിടെ ചെന്ന് ആഹാബിനോട് പറഞ്ഞു, ആമേ, കർത്താവ് മഴ പെയ്യിക്കാൻ പോവാ. സ്തോത്രം. എന്നിട്ട് ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് യാഗപീഠമൊക്കെ പണിത് കർത്താവിനെ ആരാധിച്ചു. അത് കഴിഞ്ഞിട്ട് സ്തോത്രം, നിങ്ങൾ ആ ബാക്കി ഒന്ന് ശ്രദ്ധിച്ചു. 41 സ്റ്റാർട്ടിങ് ഒന്ന് വായിച്ചേ.
പിന്നെ ഏലിയാബ് കണ്ടോ? ആഹാബിനോട് ഒരു പദം കണ്ടോ? പിന്നെ, കണ്ടോ? പിന്നെ അടിയിലൊന്ന് വരയിട്ടേര്. പിന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ മുകളിലത്തെ സംഭവം കണ്ടോ നിങ്ങള്? ശ്രോത്രം, അതിന്റെ മുകളിലത്തെ സംഭവം കണ്ടോ? ബാലിന്റെ ആരാധനക്കാരെ മുഴുവൻ പേരെയും ഏലിയാവ് എന്ത് ചെയ്തു? പിടിച്ചു. കീശോൻ തോട്ടിൽ കൊണ്ടുവന്ന് വെട്ടിക്കൊന്നു. ഒറ്റ വാക്കിൽ അർത്ഥം പറയുമ്പോ അന്യാരാധന മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. പിന്നെ ഹല്ലേലൂയ പറഞ്ഞ്, നിന്റെ ജീവിതത്തിൽ സത്യാരാധനക്കെതിരായി നിൽക്കുന്ന സകലത്തെയും തകർത്തതിന് ശേഷം ഹല്ലേലൂയ പറഞ്ഞേ. ഇത് നമ്മുടെ ജീവിതത്തില് അന്യാരാധനകളും നമ്മുടെ ആരാധനക്കെതിരായി നിൽക്കുന്ന പലതും തകരാതെ നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. പിന്നെ കണ്ടോ, എല്ലാം തകർത്തു, ഒറ്റ എണ്ണത്തിന് വിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ ജയമെടുത്തു, അതിനെ പരാജയപ്പെടുത്തി, അതിനെ തകർത്തു. പിന്നെ പ്രൈസ് ദി ലോർഡ്, മനസ്സിലായല്ലോ? പിന്നെ ഏലിയാവ് എന്ത് ചെയ്തു? കർമ്മേലിൽ പോയി പ്രാർത്ഥിച്ചു. അതാ നമ്മൾ കണ്ടത്. ആദ്യത്തെ പ്രാവശ്യം പുള്ളി പ്രാർത്ഥിച്ചേച്ച് പുള്ളി കൂടെയുള്ള ബാല്യക്കാരനോട് പറഞ്ഞു, നീ പുറത്ത് എന്നിട്ട് പടിഞ്ഞാട്ടൊന്ന് നോക്കാൻ പറഞ്ഞു, കടലിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും കാണുന്നില്ല. ഉടനെ ഏലിയാവ് വീണ്ടും പ്രാർത്ഥിക്കുന്ന മോഡൽ അവിടെ വായിക്കുന്നുണ്ട്. ഈ തല ഇങ്ങനെ മുട്ടിനിടയിലോട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെത്താൻ താഴ്ത്തി രണ്ടാമത്തെ പ്രാവശ്യവും പ്രാർത്ഥിച്ചു. ഒരു രക്ഷയില്ല. അങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ മേഘം ഇങ്ങനെ വരുന്നുണ്ട്, കൈപ്പത്തിയുടെ വലിപ്പമുണ്ട്. ഉടനെ ഏലിയാവ് പറഞ്ഞു മഴ പെയ്യാൻ പോവുക. എല്ലാവരോടും പറഞ്ഞു വീട്ടിൽ പോക്കോളാൻ. ആഹാബിനോടും പറഞ്ഞു. ആ വലിയ മേഘം വലിയ മഴയായിട്ട് മാറി. അങ്ങനെ മഴ പെയ്തു. സ്തോത്രം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. വല്ലതും മനസ്സിലായോ? ഇല്ല. ഞാൻ മഴ പെയ്യിക്കും എന്ന് പറഞ്ഞ കർത്താവ് മഴ പെയ്യിച്ചോ? ഇല്ല. മഴ എപ്പോഴാ പെയ്യിച്ചത്? ആ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് ഇദ്ദേഹം 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഏഴാമത്തെ പ്രാവശ്യം. അതുകൊണ്ട് വാഗ്ദത്തം നിറവേറാൻ അതിൻ്റെ പുറകിൽ നീ എന്ത് ചെയ്യണം? ചില സമയങ്ങൾ വേർതിരിച്ചു പ്രാർത്ഥിക്കണം. ആലോചന കൊണ്ട് കാര്യം നടക്കത്തില്ല. ഞാൻ മഴ പെയ്യിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ മഴ പെയ്യിച്ചത് ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴാണ്. 7 പ്രാവശ്യം അദ്ദേഹം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇവിടെ പറഞ്ഞ കാര്യം നടന്നില്ലാതെ നാളെ ഇതിലെങ്ങും പറഞ്ഞു നടക്കരുത്. ആ കാര്യം നടക്കണമെങ്കിൽ നീ സമയമെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞു. മഴ പെയ്യിക്കാമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് മഴ പെയ്ച്ചില്ല. ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ കാര്യം പുള്ളി ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഈ വാഗ്ദത്തം ഒക്കെ നിറവേറാൻ വേണ്ടി കുടുംബം അടക്കം സമയം എടുത്തിരുന്ന് പ്രാർത്ഥിക്കണേ. അല്ലാതെ പാഷ എന്റെ തലയെ കൈ വെച്ചിട്ട് നടക്കുമെന്ന് പറഞ്ഞു അവിടെ നടന്നില്ല. നാളെ ഇതിലെ പറഞ്ഞ് എന്നെ നാളെ കെടുത്തരുത്. നാളെ എന്നെ നാളെ കെടുത്തിയേക്കരുത്. നാളെ ഈ സഭയ്ക്ക് പറഞ്ഞു എന്നുള്ളത് സത്യമാ. പക്ഷെ പറഞ്ഞ കാര്യം ചെയ്തത് ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴാ. എത്ര വട്ടം പ്രാർത്ഥിച്ചെന്ന് കണ്ടോ? 7 വട്ടം അദ്ദേഹം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവവൈതലേ, ദൈവം നിന്നോട് വിസ തരാമെന്ന് പറഞ്ഞെങ്കിൽ, ജോലി തരാമെന്ന് പറഞ്ഞെങ്കിൽ, ശമ്പളം നീട്ടിക്കൂട്ടി തരാമെന്ന് പറഞ്ഞെങ്കിൽ, കമ്പനി മാറ്റി തരാമെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ആ പറഞ്ഞ കാര്യം പറഞ്ഞ ആള് ചെയ്യും. പക്ഷെ നീ അതിന്റെ പുറകെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. എനിക്ക് ആലോചന സഭയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഇതിലെല്ലാം നടന്നേച്ച് കാര്യങ്ങൾ നടക്കാതിരുന്നേച്ച് നാളെ അതൊന്നും വിളിച്ചു പറയരുതേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പൊ ആലോചന നിറവേറ്റാൻ ആലോചന ഏറ്റെടുത്ത പുള്ളി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. 2 കാര്യം പറഞ്ഞു കേട്ടോ. ആലോചന നിറവേറാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തത് എബ്രായ ലേഖന വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞേക്കാം. വാഗ്ദത്തം ചെയ്തു. എന്തായിരുന്നു വാഗ്ദത്തം? തലപൊക്കി നോക്ക് അബ്രാഹാമിനോട്. ഉൽപ്പത്തി 13 വാഗ്ദത്തം. അതിന്റെ 10 തൊട്ടാണ് വാഗ്ദത്തം. ഈ കാണുന്ന ദേശമൊക്കെ, നീ കാണുന്ന അവിടെയാ തെറ്റ് പറ്റിയത്. നമുക്കൊക്കെ പറ്റും തെറ്റെവിടെയാ? ആ വാക്യം ശരിക്കും ചിന്തിക്കാറുണ്ടോ നിങ്ങളെ? നീ കാണുന്ന
ഒന്ന് കാണുന്ന ദേശം എന്ന് പറഞ്ഞ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ വലിപ്പം പോലെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. സ്വത്രം പറ. ആമേൻ. നിങ്ങളിൽ ഒരു സ്തോത്രം. എന്ത് ചെയ്തു? അബ്രാഹാം 10 സെന്റിമീറ്റർ കണ്ടുള്ളൂ, അത്രേ കിട്ടത്തുള്ളൂ. അബ്രാഹാം കുറെ കൂടെ വലുപ്പത്തിൽ കാണുന്ന എത്രത്തോളം നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിന്റെ അളവാണ് ദൈവപ്രവൃത്തിയുടെ അളവ്. അല്ലെ എലിയാ പറഞ്ഞത്? അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. ചെറു ഈ ഭാഷ എന്ത് പ്രസംഗിച്ചാലും ചെറുക്കുറിച്ചാണ് എന്തല്ല പ്രസംഗമൊക്കെ ഒരു ഭാഗത്ത് കിടക്കും. പക്ഷെ അത്രയൊന്നും കാര്യങ്ങള് അതിന് ഞാൻ ഉത്തരവാദിയാണോ? അബ്രാഹാമേ, നീ കാണുന്ന ദേശവും ഞാൻ തരത്തുള്ളൂ, നിന്റെ കണ്ണു ചെല്ലാത്തോടെ ഒന്നും ഞാന്. അപ്പൊ കാഴ്ചപ്പാട് ചെറുതാണെങ്കിൽ ഇവിടെ ഒന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും അതാ പറഞ്ഞ. വായിച്ചു വിട്ടാ പോരാ, വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. നീ കാണുന്ന ദേശം അബ്രാഹാം തലമുക്കി എത്രത്തോളം കണ്ടിട്ടുണ്ടോ അത്രത്തോളം മക്കൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇന്ന് രാത്രി പിതാക്കന്മാരെ, നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാട് വലുതാണെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹം വലുതാണ്. നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാട് ചെറുതാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം ചെറുതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ, അതിന് നിങ്ങൾ ആരെയും കുറ്റം പറയണ്ട കേട്ടോ. സ്തോത്രം. വാഗ്ദത്തം ചെയ്തു, ദേശമൊക്കെ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ് കേട്ടോ. ആ ദേശം എങ്ങനെയാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത്? വാഗ്ദത്തം അങ്ങനെ നിറവേറിയത്. വീട്ടിൽ പോരുന്ന എബ്രായ ലേഖനം 11 അധ്യായം വായിച്ചോണം കേട്ടോ. വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു, വിശ്വാസത്താൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു, വിശ്വാസത്താൽ എരിഹോ മതിലിടിച്ചു, വിശ്വാസത്താൽ ജോർദാൻ കടന്നു. ആ വാഗ്ദത്തം നിറവേറിയത് വിശ്വാസം കൊണ്ടാണ്. സ്തോത്രം പറഞ്ഞ് ആ ദേശത്ത് ഈ ജനം എത്തിയത് വിശ്വാസം കൊണ്ടാണ്. സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ദൈവവൈദ്യരെ ആ വാഗ്ദത്തം കേട്ടിട്ട് ആ വാഗ്ദത്തങ്ങളിൽ ഇസ്രായേൽ ഉറച്ചു വിശ്വസിച്ചു. സ്തോത്രം പറഞ്ഞ് ആ വാഗ്ദത്തങ്ങളിൽ അവർ ഉറച്ചു നിന്നു. ആ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച ആ വിശ്വാസം കൊണ്ടാണ് ചെങ്കടൽ അക്കരെ കയറാൻ കഴിഞ്ഞത്. ആ വിശ്വാസം കൊണ്ടാണ് മരുഭൂമിക്കൂടെ അവർക്ക് പോകാൻ കഴിഞ്ഞത്. ആ വിശ്വാസം കൊണ്ടാണ് എരിഹോ മതിലിടിച്ചത്. അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കാതെ കണ്ട് ആമേൻ ജീവിച്ചേച്ച് കാര്യം നടക്കണമെന്ന് എന്നോട് പറയരുത്, ഇവിടെ സഭയിലും പറയരുത്. ദൈവം നിന്നോട് സംസാരിച്ച കാര്യത്തിൽ എത്രമാത്രം വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമോ എന്നാൽ മാത്രമേ അത് നിറവേറുകയുള്ളൂ. പറഞ്ഞത് ആ വാഗ്ദത്തം നിറവേറിയത് വിശ്വാസത്താലാണ്. സ്തോത്രം പറഞ്ഞത് വിശ്വാസത്താൽ അവർ ചെങ്കടലിനെ ജയിക്കുന്നു, വിശ്വാസത്താൽ മരുഭൂമി കൂടെ പോകുന്നു, വിശ്വാസത്താൽ എരിഹോ മതിൽ ഇടിക്കുന്നു, വിശ്വാസത്താൽ അവർ അക്കരെ കയറുന്നു. അതുകൊണ്ട് നിന്റെ ജോലിയെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ ദേശത്ത് മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കണം, ഉറച്ചു നിൽക്കണം. ഇന്ന് 2 മാസം അളക്കപ്പെരിപ്പും അല്ല കേട്ടോ. 3 മാസം കൂട്ടായ്മയ്ക്ക് വേണ്ടി അടുത്ത 3 മാസം ആരാധനയിലെ കൂട്ടായ്മയില്ലാതെ വിശ്വാസത്തിന് വെളിയിൽ കൂടെ നടന്നേച്ച് ദൈവിക വാഗ്ദത്തം നിറവേറാതെ ഇവിടെ വന്ന് കുറ്റം പറയല്ലേ. ഇവിടെ സഭയെ പരാതി പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, എങ്കിലേ നിനക്ക് ആ വാഗ്ദത്തങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ. അതെ, വിശ്വാസത്തിന്റെ പൂർണ്ണതയോളം നിൽക്കണം. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. കേട്ട വചനത്തിന്റെ മുൻപില് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? അല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ, ആമേ, വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കണം കേട്ടോ. ഇനിയുള്ള കാലം മുഴുവൻ